ഹലോ, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. പനിയൊക്കെ പിടിച്ച് എല്ലാവർക്കും, എനിക്കും കുഞ്ഞിനും ഏട്ടനും ഒക്കെ പനിയെല്ലാം പിടിച്ച് ഇപ്പോഴാണ് ഒന്ന് റിക്കവറായി. ഒരു 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 അംഗം ഒരു യുദ്ധം തന്നെ കഴിഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. ഓർക്കാനേ വിഷമം തോന്നുന്നു ആ 2 ആഴ്ച. ഞാനിവിടെ അഡ്മിറ്റ് ആവുന്നു, മോള് വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അങ്ങനെ മൊത്തം ഒരു യുദ്ധകാലം തന്നെ കഴിഞ്ഞ പോലെയുണ്ട്. രാവിലത്തെ കിച്ചൺ, അതിൻ്റെ ഒരു ബഹളം വേറെ തന്നെയാണ് അല്ലേ. ഇന്നിപ്പോൾ എനിക്ക് നല്ലൊരു സാമ്പാർ വെക്കണം, ഇഡ്ഡലി ഉണ്ടാക്കണം, പിന്നെ ആദിക്കുട്ടിനെ കൊണ്ടുപോകാൻ ചോറിലേക്ക് അല്ലറ ചില്ലറ തട്ടിക്കൂട്ടും. ഇതാണ് ഉദ്ദേശം. അങ്ങനെ അരിയൊക്കെ ഇട്ടു. നമ്മുടെ വൈറ്റ് റൈസ് തന്നെയാണ് ഇട്ടത്. സാമ്പാറിൻ്റെ പണികൾ കൂടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു നല്ല കാപ്പി ഇടണം. ഇത് അമ്മ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നല്ല ചേട്ടൻ കൊടുത്തു വിട്ട നല്ല കാപ്പിപ്പൊടിയായിരുന്നു. ഭയങ്കര അറോമയായിരുന്നു അതിന് കേട്ടോ. ഒരു ബട്ടറിൻ്റെയൊക്കെ സ്മെല്ലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു കാപ്പി നല്ല അടിപൊളിയായിട്ട് അങ്ങിട്ട് കുടിച്ചു. എന്നിട്ട് വീണ്ടും ബാക്ക് ടു വർക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ വാർക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ വാർത്ത് ആദിക്കുട്ടീനെ പോയി വിളിച്ചെണീപ്പിച്ച്, ആദിക്കുട്ടി ഒരു 1.5 ആഴ്ചയോളം അവധിയിലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആൾ ലീവ് എടുക്കുമായിരുന്നു വയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വിളിച്ചുണർത്താൻ ഒരുപാട് പാടുപെട്ടു. അവസാനം വടിയും പൊക്കണവും ഒക്കെ എടുത്ത് ആളങ്ങ് എണീറ്റു കേട്ടോ. എൻ്റെ ആദിക്കുട്ടൻ്റെ രാവിലത്തെ ഈ ചടങ്ങുകൾക്കൊക്കെ ഒരേ ഒരു സാക്ഷി എന്ന് പറയുന്നത് ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ ഉറങ്ങാൻ ഒരു സ്വൈരും കൊടുക്കാറില്ല കേട്ടോ. ആ സാധു അലാം വെക്കാതെ തന്നെ കൃത്യമായി ആദിയുടെ സ്കൂളിലേക്ക് വിടുന്ന ടൈം ആകുമ്പോൾ എണീറ്റ് വരും. അത് ഈ ബഹളം കേട്ടിട്ടാണ്. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു, കരച്ചിലും ബഹളവും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിനെ വിളിക്കലും അതും അവളെ ഒരുക്കലും എല്ലാം ഇതിൻ്റെ ഇടയിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ. ഇഡ്ഡലിയൊക്കെ ആയപ്പോഴേക്ക് ചൂടോടെ തന്നെ ആദിക്ക് 2 എണ്ണം എടുത്ത് അങ്ങ് വെച്ചു കൊടുത്തു. അത് സമയമെടുത്ത് അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ആ കഴിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ തന്നെ കുഞ്ഞിനെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി. ചോറ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് എന്തൊക്കെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് പറഞ്ഞേ. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതിലെ പൊട്ടറ്റോസ് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം വെച്ച് കണ്ടോ, ഇന്ന് സ്കൂളിൽ പോകുന്ന കോലം കണ്ടോ. എന്നോട് പിണങ്ങിയാണ് പോകുന്നത് കേട്ടോ. ആ പാൻസ് ഇടണ്ടെന്ന് പറഞ്ഞതിൻ്റെ വഴക്കായിരുന്നു. അങ്ങനെ പിണങ്ങി മുഖം ഒന്നും ഒരു തെളിച്ചുമില്ലാതെ ബൈ ബൈ പറഞ്ഞ് വിട്ടു. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു വിഷമമാണ്. ഒന്ന് സന്തോഷത്തോടെ പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. എന്നാലും കുഴപ്പമില്ല, പോയിട്ട് വരട്ടെ, വന്നിട്ട് കൊടുക്കാം ബാക്കി. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവിട്ട് തിരിച്ചു വന്നതും ഏട്ടനും ഞാനും നല്ല ഇഡ്ഡലിയും നമ്മുടെ വെള്ള ചമ്മന്തിയും, വെള്ളയാണെങ്കിലും അത് നല്ല പച്ചമുളക് ഇട്ട് അരച്ച ചമ്മന്തിയായിരുന്നു കേട്ടോ, നല്ല എരിവുണ്ടായിരുന്നു. അങ്ങനെ അതും നമ്മുടെ സാമ്പാറും ചൂടോടെ അങ്ങ് എടുത്തൊഴിച്ച് ഞങ്ങൾ 2 പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കേമായിട്ട് അങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.